നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കേരള വിഷൻ പ്രേക്ഷകരെ ഏവരെയും തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒത്തിരി എപ്പിസോഡ്സ് കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി കൊല്ലങ്ങളായി. എങ്കിലും ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഷൻ. നമ്മൾ ദിവസം വി ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ ഇൻഡസ്ട്രി. നമ്മൾ ദിവസം കാഴ്ചവെക്കുന്നത് ഒരു പുതിയ വ്യക്തിനെയാണ്. അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് എത്താനുണ്ടായിരുന്ന സാഹചര്യത്തിനെ കുറിച്ചിട്ടും അദ്ദേഹം ചെയ്ത ഹാർഡ് വർക്ക്, എഫേർട്സ് ഹി ഹാസ് പുട്ട് ഫോർ ഹിസ് ബിസിനസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ പരിപാടിയിൽ കണ്ടുകൊണ്ട് വരുന്നത്. സോ ഇന്ന് നല്ലൊരു വ്യക്തിയാണ്. ഇന്നത്തെ അതിഥിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ക്രെയിൻ സർവീസ് ആൻഡ് കലാസി വർക്ക് ചെയ്യുന്ന വെൻ പകൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജെബീനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. സോ നമുക്ക് ചെറുപ്പം തൊട്ട് തുടങ്ങാം. ലൈക്ക് ഒരു ബിസിനസ് മാനായിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ലല്ലോ, അതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് അതിന്ന് തുടങ്ങി വരാം. ജനിച്ച സ്ഥലം എവിടെയാണ്? ജനിച്ച സ്ഥലം എറണാകുളം, ആലുവ. എറണാകുളത്ത്? അത് ശരി. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ തെറ്റിപ്പോയി. എറണാകുളത്താണ് ജനിച്ചത്. പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു? എറണാകുളം. ഓക്കെ. അച്ഛൻ വീട്ടില് ആരെങ്കിലും ഇതിന് മുന്നതായിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടോ? അച്ഛന് മുമ്പ് ക്ലേയുടെ ബിസിനസ് ആയിരുന്നു, ചൈന ക്ലേഡ്. ചൈന ക്ലേഡ്. ഓക്കെ. അത് ഞാനിവിടെ തിരുവനന്തപുരത്ത്, നേരത്തെ തമിഴ്നാടായിരുന്നു, അത് അവിടെ നിർത്തി, പുള്ളിക്ക് സുഖമില്ലാതെ നിർത്തി. പിന്നെ എന്നെ വെറുതെ വന്നപ്പം പിന്നെ ഞാനത് തിരുവനന്തപുരത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ക്ലേ ബിസിനസ്. പിന്നെ എന്തായിരുന്നാലും അച്ഛൻ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു ബിസിനസ് ആൾറെഡി ഉണ്ട്, ഫാദർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ബിസിനസ് മൈൻഡ് സെറ്റ് എന്തായിരുന്നാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് പിന്നെ അതിനെക്കുറിച്ച് പറയാനില്ല, നിങ്ങൾ സെക്കൻഡ് ജനറേഷൻ ബിസിനസ് മാൻ ആണ്. ചെറുപ്പകാലത്തിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് പൊതുവെ ഒരു ഡ്രീം ജോബ് എന്ന് പറഞ്ഞുണ്ടാവും. എനിക്ക് വലുതാകുമ്പോൾ ചിലർക്ക് കൗതുകം തോന്നുന്ന ഒരു ഫീൽഡാണ് ആർമി, അല്ലെങ്കിൽ പോലീസ്, നേവി, എയർഫോഴ്സ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒത്തിരി കൗതുകം തോന്നുന്ന ഇൻഡസ്ട്രിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറുപ്പകാലത്തിൽ വല്ല ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് അച്ഛന് ഇങ്ങനെ ബിസിനസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഞാൻ പോയിട്ട് അവരുടെ ചെയ്യുമായിരുന്നു. ആ മിഷനറി എല്ലാം നമ്മൾ മെക്കാനിക്കൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പുള്ളി സുഖമില്ലാതെ ആയതിനു ശേഷം പിന്നെ എന്ത് ബിസിനസ് തന്നാലും നമ്മൾ ചെയ്യും. ഇപ്പം നമ്മളിവിടെ തന്നെ ചെയ്യുന്നത് A to Z ആണ്. അത് ഞാൻ ബിസിനസ്സിലോട്ട് പിന്നീട് എത്താം. നമുക്ക് ഇനിയും ചെറുപ്പം തൊട്ട് നമ്മൾ വളർന്നിട്ടില്ല. അപ്പൊ ചെറുപ്പത്തിൽ വേറെ ഏതെങ്കിലും ഒരു ജോബായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോയി ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നിട്ടേ ഇല്ല? ഇല്ല, ജോലി ചെയ്തിട്ടില്ല. സാഹചര്യം ബിസിനസ്സിൽ തന്നെ വലിച്ചിട്ടു. അതെ അതെ. അച്ഛൻ എപ്പോഴായിരുന്നു വയ്യാതെ ആയത്? അച്ഛൻ ഫസ്റ്റ് 92 വയ്യാതെ. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ? അപ്പൊ ഞാൻ പഠിക്കുകയായിരുന്നു. സ്കൂളിംഗ് ആയിരുന്നോ? സ്കൂളിലായിരുന്നു. അപ്പൊ 92 അച്ഛന് വയ്യാതെ സമയത്ത് സ്കൂൾ ഏജിൽ തന്നെ നിങ്ങൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആയി? ഞാൻ അപ്പം ഇല്ല, പിന്നെ വീണ്ടും നമ്മൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നു ഫാമിലിയിൽ. അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് ലോണൊക്കെ എടുത്ത് വീണ്ടും രണ്ടാമത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിന് അച്ഛന്റെ ക്ലേ ബിസിനസ് തന്നെ തുടങ്ങി? അച്ഛൻ തന്നെ വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. അമ്മയോട് കൂടെ പോയി ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത് പിന്നെ വീണ്ടും അച്ഛന് വയ്യാതെയായി. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പം നമുക്കൊരു 10-35 ലേബേഴ്സ് ഉണ്ടായിരുന്നു. ക്ലേ എല്ലാത്തിലും ക്ലേ ഉണ്ട്. അത് മണ്ണല്ലേ, ഇത് നമുക്ക് പെയിന്റ്, ടയർ, ട്യൂബ്, നമ്മൾ കഴിക്കുന്ന മെഡിസിനിൽ വരെ ക്ലേ ഉണ്ട്, പേപ്പർ, ചെരുപ്പ്. ഈ ക്ലേന്റെ ബിസിനസ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇല്ല, നിർത്തിയത്. എന്താണ് കാരണം? ഇത്രയും ഒരു നല്ല ഒരു ഗ്രോത്ത് ഉണ്ട്, നമുക്ക് അറിയുന്നുണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ട്രിവാൻഡ്രത്തിൽ ക്ലേ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചത്? ക്ലേ ബിസിനസ് നല്ല ലാഭമുള്ള ബിസിനസ്സാണ്, പക്ഷേ ഇത് നടത്തണമെങ്കിൽ നല്ല ഫണ്ട് വേണം ഒന്ന്. രണ്ടാമത് സീസൺ ബിസിനസ്സാണ്. അപ്പോൾ ഇത് ക്ലേ സീസൺ ബിസിനസ്. സീസൺ എന്ന് വെച്ചാൽ ഇത് ഈ ഉണക്കാൻ വേണ്ടി നല്ല വെയിൽ കിട്ടണം. ഇവിടെ വെയിലില്ല. അച്ഛൻ പിന്നെ ഇൻവോൾവ് ആയില്ലേ ബിസിനസ്സിൽ? ഇല്ല, അച്ഛൻ ഇപ്പൊ ഇൻവോൾവ് അല്ല ഒന്നിലും. അച്ഛൻ നിർത്തിയതിനു ശേഷം ഞാൻ രണ്ടാമത് സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ക്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ക്രെയിൻ, JCB, കലാസി എന്നൊക്കെ പറഞ്ഞ് ടോട്ടലി വേരിയസ് ഫീൽഡിൽ ഇറങ്ങിയത്? വേറെ ഫീൽഡ് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരു ഹോളോ ബ്രിക്സിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോളോ ബ്രിക്സിന്റെ മിഷൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഹോളോ ബ്രിക്സ് നടത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ഈ വലിയ വലിയ സൈറ്റുകൾ, ഈ ആലുക്കാസ്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആലുക്കാസിൻ്റെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഈ സൈറ്റിലിട്ട് ഹോളോ ബ്രിക്ക് അടിച്ച ഗുണം എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് 2 രൂപയാണ് കയറ്റം കൂലി, അൺലോഡിങ് ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരം പാർട്ടിക്ക് ലാഭമാണ്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെൺപകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോളോ ബ്രിക്ക് തുടങ്ങിയത്. വെൺപകൽ. അതെ, അത് എനിക്കൊരു വേണ്ടപ്പെട്ട ഒരു സാറിൻ്റെ
യൂണിറ്റ് ആയിരുന്നു. ഞാൻ ഈ സത്യം പറഞ്ഞ പുള്ളിയുടെ അടുത്ത് ചെല്ലുന്നത് എൻ്റെ കമ്പനിയുടെ ഒരു സൈഡ് ഇടിഞ്ഞു പോയി. അപ്പൊ കല്ല് കടം വാങ്ങിക്കാൻ പോയതാ. നിങ്ങളുടെ കമ്പനിയുടെ? അതെ. അപ്പൊ കടം വാങ്ങിക്കാൻ പോയി. അങ്ങനെ ഞാൻ പറഞ്ഞ ഇത് 20 days എനിക്ക് ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് പോകും.